നമസ്തേ. ഈ കാലത്ത് ഒരു വിദ്യ കുറച്ച് പഠിച്ച് അത് മറ്റുള്ളവരെ പഠിപ്പിച്ച് കാശ് സമ്പാദിക്കുന്ന ഒരു രീതി വളരെ പ്രബലമായി വരികയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് ഈ വിഷയം പറയുന്നത്. ആദ്യം ഇതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചും, രണ്ടാമത് ഗുണമാണോ ദോഷമാണോ എന്ന് സംശയം വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും, അവസാനമായി തീർത്തും ദോഷം വരാവുന്ന, സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമായേക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ആദ്യമായി നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഇത് മനസ്സിനും ബുദ്ധിക്കും കൂടുതൽ വ്യക്തതയും സൂക്ഷ്മതയും കൈവരുത്തുന്നു. വൈകാരിക ബുദ്ധി കൂടുതൽ ഉയർന്ന തലത്തിൽ എത്തിക്കുന്നു. ഗുണകരമായ ഉയർന്ന സംവേദനക്ഷമത ഈ പ്രവർത്തനങ്ങൾ കാരണം കൈവരുന്നു. പിരിമുറുക്കം പല കാര്യങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നത് കുറയുന്നു. ജീവിതത്തെ കൂടുതൽ മൂല്യബോധത്തോടെ കൂടി കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു. ഉയർന്ന ബോധത്തോടു കൂടിയുള്ള ക്രിയാത്മകമായ പ്രശ്ന പരിഹാര ശക്തി കൈവരുന്നു. നിലവിലെ പ്രശ്നങ്ങളെ പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയുന്നു. പല പ്രശ്നങ്ങളുടെയും പ്രാധാന്യം തൻ്റെ മാറിയ വീക്ഷണത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. അതിൻ്റെ പ്രയോറിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്നു. ഇതെല്ലാം ഇതുമൂലം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ്. എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഒരേപോലെയും ഒരേ അവസ്ഥയിലും ഒരേ അളവിലും ആയിരിക്കുകയില്ല. ഒരേ രോഗത്തിന് 2 രോഗികളെ ഒരേ ചികിത്സാ പദ്ധതിയിലൂടെ കൊണ്ടുപോയി 2 രോഗികളും ഒരേ അവസ്ഥയിൽ അവസാനം എത്തിച്ചേരുകയില്ല. അതിന് കാരണം തുടക്കത്തിലെ അവരുടെ അവസ്ഥകളിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇത്തരം പരിശീലനം നേടുന്ന ആൾക്കാരുടെ തുടക്കത്തിലെ അവരുടെ അവസ്ഥകളിൽ, അവരുടെ കഴിവുകളിലും പ്രാപ്തികളുടെയും അടിസ്ഥാനത്തിലും അവർ ആരുടെ കീഴിലാണോ പരിശീലിക്കുന്നത്, അവരെത്ര പരിശീലിക്കുന്നു എന്നുള്ളതനുസരിച്ച് അവരുടെ നേടിയെടുക്കുന്ന ഫലവും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ഉൾക്കാഴ്ചയും ഒരു അതീന്ദ്രിയ ബോധവും ഒരു വിവേക ബുദ്ധിയും ചില സ്വപ്നങ്ങൾ, വൈവിധ്യമാർന്ന സംഭവിക്കാൻ പോയതും സംഭവിച്ചു പോയതുമായ ചില സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഈ വ്യക്തിയെ ഒരു പുതിയ മനുഷ്യനാക്കും. ഇനി നമ്മൾക്ക് ചീത്തയെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഈ കാര്യങ്ങളിൽ അവനവൻ്റെ ഉൾക്കാഴ്ച പോലെ, അവബോധം പോലെ, പെർസെപ്ഷൻ പോലെ വരും അതിൻ്റെ ഫലം. ശാസ്ത്രീയമായ അടിത്തറ ഇത്തരം കാര്യങ്ങളിൽ ഇല്ല എന്ന് ചിലർ പറഞ്ഞേക്കാം. പക്ഷേ ശാസ്ത്രത്തിന് ഒരു 200 വർഷത്തെ പൈതൃകം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. കാലത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ അത് വളരെ ചെറിയ അളവാണ്. ശാസ്ത്രം വെച്ച് ഇത്തരം കാര്യങ്ങൾ അളക്കാൻ സാധിക്കുകയുമില്ല. രണ്ടാമതൊരു കൂട്ടർ പറയുന്നത് ഇതൊന്നും സത്യത്തിൽ സംഭവിക്കുന്നതല്ല, ആൾക്കാരുടെ മോഹം കൊണ്ട്, ആഗ്രഹം കൊണ്ട് ഉണ്ടാകുന്ന തോന്നൽ മാത്രമാണ് ഇത് എന്നാണ് അവർ പറയുന്നത്. ജീവിതം തന്നെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലയോ നിൽക്കുന്നത്? ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? അനുഭവത്തിൽ വരേണ്ട കാര്യങ്ങൾ അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ, വിശകലനം ചെയ്യാൻ പറ്റൂ, മനസ്സിലാക്കാൻ പറ്റൂ. പരിശീലിക്കപ്പെട്ടവർക്ക് ചില പ്രായോഗിക പരിമിതികൾ വരുമ്പോൾ ചില ആത്മീയ ഉദ്ധരണികൾ ചിലർ കൂട്ടുപിടിക്കാറുണ്ട്. ആത്മീയതയും ഭൗതികതയും ഒരേ കാളവണ്ടിയിൽ കെട്ടുന്ന 2 കാളകളല്ല. പരിശീലകരുടെ ഈ മാർഗത്തിലുള്ള പ്രാപ്തിയും കഴിവും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനുള്ള പ്രാപ്തിയും കഴിവും വിലയിരുത്താൻ സംവിധാനങ്ങളില്ല. ഈ 3-ാം ഭാഗത്ത് നമ്മൾക്ക് ശരിക്കും മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് നോക്കാം. കുറേയേറെ ആൾക്കാർ ഈ പദ്ധതികളിൽപ്പെട്ട് റിസൾട്ട് വരാതെ പറ്റിക്കപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. ആദ്യമേ തന്നെ പരിശീലിക്കപ്പെടാൻ വരുന്ന ആൾക്കാരുടെ പ്രാപ്തി അളന്നു നോക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരെയും ഒരേ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുകയില്ല എന്നുള്ള കാര്യം ഓർക്കണം. തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ വളരെ തീവ്രമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭ്രമാത്മകമായ ഉത്കണ്ഠ കൂടുന്ന ചില അവസ്ഥകളിൽ എത്തിച്ചേരാൻ സാധ്യത വളരെയധികമാണ്. പരിശീലകരോട് ഒരു ആശ്രയത്വവും വിധേയത്വവും വരാനും അത് ചില പരിശീലകർ ദുരുപയോഗം ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. കിഴക്കിൻ്റെ സംസ്കാരത്തിലുള്ള ഈ കാര്യങ്ങൾ മറ്റ് സംസ്കാരങ്ങളിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ ചില തെറ്റായ, ഉപയോഗശൂന്യമായ, അപകടകരമായ ആശയങ്ങളിലേക്ക് എത്തപ്പെടാം. ഒരു അടിക്കുറിപ്പ്: ഭൗതികത്തിൽ വളരെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ആൾക്കാർ ഇത് പ്രയോഗിച്ച് തുടങ്ങുമ്പോൾ 2 ദിശയിൽ ഓടുന്ന കാളകളെ പൂട്ടിയ വണ്ടിയിൽ സഞ്ചരിക്കും പോലെ ആയിരിക്കും കാര്യങ്ങൾ. അതിന് ഒരു സമന്വയം ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണെന്ന് ചുരുക്കം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.